ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണി ചായയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും കുട്ടികളും എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. കടായിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് റവ വെച്ചാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ആണ് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നെയ്യും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം ഉണ്ടാകും. അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ആ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ക്യാരറ്റൊക്കെ നന്നായി വെന്ത് ആ ഉപ്പും നെയ്യുമായിട്ടൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത റവയാണെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത ശേഷം നിങ്ങൾ സ്നാക്ക് തയ്യാറാക്കി എടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിം ആക്കി വെച്ച് ആ റവയൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ വെള്ളത്തിലേക്കിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. റവയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്ന തരത്തിൽ ആ സ്പാറ്റില വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റവയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്, സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു 5 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഇനി അത് തണുക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. എല്ലാം കൂടെ നല്ല ശക്തിയായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ കുഴച്ചെടുത്ത റവക്കൂട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ടാണ് ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്നത്. ഉരുട്ടിയെടുക്കാൻ ഒരു പണിയില്ല. ഇച്ചിരി എണ്ണയൊന്ന് കയ്യിൽ ഇതുപോലെ ഒന്ന് തടവി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ എല്ലാ ബോൾസും ഒരേ വലുപ്പത്തിൽ തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ബോൾസായിട്ടല്ല വേറെ എന്തെങ്കിലും ഷേപ്പിൽ വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാം, ഭംഗിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയും ഞങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിവിടെ എല്ലാം ഈ ബോൾസിൻ്റെ വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉരുട്ടുമ്പോൾ കുറച്ചൊന്ന് ശക്തി കൊടുത്ത് നല്ല പോലെ ഒന്ന് അമർത്തി ഉരുട്ടിയെടുക്കുക. കാരണം ഇത് നമ്മൾ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കുന്നതല്ലേ, അപ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഉള്ളം കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടുമ്പോഴത്തേക്കും നല്ല ബോൾഡ് ഷേപ്പിലായിട്ട് നല്ല സോഫ്റ്റ് ബോൾസായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വേണമെങ്കിൽ പകുതി നെയ്യും ചേർത്തി കൊടുക്കാം, കുറച്ച് ടേസ്റ്റ് കൂടുതൽ വേണമെന്നുള്ളവർക്ക്. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ കടുക് ഒന്ന് ഇട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉഴുന്നുപരിപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാം. ഈ ഉഴുന്നുപരിപ്പും ഇങ്ങനെ ആ ബോൾസിൻ്റെ കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ക്രിസ്പി ഫീൽ കിട്ടും. അപ്പോൾ ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ആ കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ആ ഉഴുന്നുപരിപ്പും കറിവേപ്പിലയും ഇതുപോലെ നല്ല ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. പൊടിയായിട്ട് അരിഞ്ഞ ഒരു ചെറിയൊരു സവാള ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കണം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോയില്ലല്ലോ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ടല്ലോ. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളായിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനായിട്ട് ഞാൻ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് ഇടിച്ച് പൊടിച്ചത്, ആ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എരിവാണ് ഇഷ്ടമെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. തേങ്ങയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഒന്നൊന്ന് വെന്ത് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് വെള്ളം, അതായത് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മസാലയിലേക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, റവ തയ്യാറാക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാൻ. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഉള്ളിയും ആ തേങ്ങയും ഒക്കെ ഒന്ന് സോഫ്റ്റായി വരാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത്. ഇനി ആ വെള്ളം വല്ലാതെ ഡ്രൈ ആക്കി എടുക്കണ്ട, ഇച്ചിരി നനവ് ബാക്കിയുള്ളപ്പോഴാണ് നമ്മളിനി അതിലേക്ക് ആ റവയുടെ ബോൾസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോഴാണ് ആ മസാല റവ ബോൾസിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുള്ളൂ. ഇനി നമുക്ക് ആ ബോൾസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ആ ബോൾസിലേക്ക് എല്ലാം മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലൊരു ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നിലക്കടല കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടി, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്. നിലക്കടല അതൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പെട്ടെന്നൊന്ന് പൊടിച്ചു കൊണ്ടുവന്നിട്ട് തരിയോട് കൂടിയിട്ട് അതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടെ നമുക്ക് ഇളക്കി കൊടുക്കണം. മസാല എല്ലാം റവയുടെ മേലെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. ഇപ്പോൾ നല്ല പോലെ അതെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണത് കേട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെ എല്ലാം കഴിക്കാൻ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇതിൽ ആ ഉഴുന്ന് പരിപ്പും അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത കപ്പലണ്ടിയും എല്ലാം കടിക്കും. നല്ല ക്രഞ്ചി ഫീൽ വരും. അതേസമയം തന്നെ റവ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത് ചവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയും സോഫ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ആ മസാലയെല്ലാം നന്നായിട്ട് അതിലേക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ആ റവ ബോൾസ് പൊട്ടിപ്പോകുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് പൊട്ടിപ്പോകാനേ സാധ്യതയില്ല, പൊട്ടിപ്പോകത്തേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലാണ് ആ റവയിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് കോട്ടായിട്ട് വരുള്ളൂ. അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് ഞാൻ ഇതുവരെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.